മജ്ജിമ നികായ 108 ഗൊബക മൊഗ്ഗല്ലാന സുത്ത. ഗൊബക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡ് എന്നർത്ഥം, കാവൽക്കാരൻ എന്ന അർത്ഥം. മൊഗ്ഗല്ലാനൻ എന്ന് പറയുമ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ പേരാണ്. ഈ സൂത്തം ഭഗവാന്റെ പരിനിർവാണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സൂത്തമാണ്. ഇതിൽ ഭിക്ഷുക്കൾ ആരെയാണ് ശാസ്താവായിട്ട് ഗണിക്കേണ്ടത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുകൂടാതെ ഏതാണ് ശരിയായിട്ടുള്ള ധ്യാനം, ഏതാണ് തെറ്റായിട്ടുള്ള ധ്യാനം എന്നും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണിത്. ശരിയായിട്ടുള്ള ധ്യാനം, തെറ്റായിട്ടുള്ള ധ്യാനം എന്നതിനെ കുറിച്ചിട്ട് അറിയുന്നതിന് ഈ സൂത്രം തീർച്ചയായിട്ടും കേൾക്കേണ്ടതുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ആയുഷ്മാൻ ആനന്ദൻ രാജഗൃഹത്തിൽ വിഹരിക്കുകയായിരുന്നു. വേളുവനം അല്ലെങ്കിൽ മുളിയുടെ വനത്തിൽ അണ്ണാന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് വിഹരിക്കുകയായിരുന്നു. ഭഗവാന്റെ പരിനിർവാണത്തിന് ശേഷം അധിക സമയം ആയിട്ടില്ലായിരുന്നു. ആ സമയത്ത് വിദേഹ രാജകുമാരിയുടെ പുത്രനായിട്ടുള്ള മഗധയിലെ രാജാവ് അജാതശത്രു, അദ്ദേഹത്തിന് അടുത്ത രാജ്യത്തെ രാജാവായ പജ്ജോത രാജാവിൽ സംശയമുണ്ടായി. അദ്ദേഹം ആക്രമിക്കുമോ എന്ന് ഭയന്ന് രാജഗൃഹത്തെ അദ്ദേഹം വലിയ മതിലുകൾ കെട്ടി സംരക്ഷിക്കാൻ ആഗ്രഹിച്ചു. രാജഗൃഹത്തിന് ചുറ്റും വലിയ മതിലുകൾ കെട്ടി സംരക്ഷിക്കാൻ അദ്ദേഹം മുതിർന്നു. ആ സമയത്ത് ആയുഷ്മാൻ ആനന്ദൻ രാവിലെ ചീവരങ്ങൾ അണിഞ്ഞ് ഭിക്ഷാപാത്രം എടുത്തുകൊണ്ട് രാജഗൃഹത്തിൽ ഭിക്ഷാടനത്തിന് പുറപ്പെട്ടു. അപ്പോൾ ആയുഷ്മാൻ ആനന്ദന് ഇങ്ങനെ തോന്നി, രാജഗൃഹത്തിൽ ഭിക്ഷാടനത്തിന് പോകുന്നതിന് സമയമായിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ ഗൊബക മൊഗ്ഗല്ലാനൻ എന്ന ബ്രാഹ്മണൻ്റെ ജോലിസ്ഥലത്ത് പോയിക്കൂടാ? മൊഗ്ഗല്ലാനൻ എന്ന ബ്രാഹ്മണൻ ഒരു ഗാർഡാണ്, കാവൽക്കാരനാണ്. അദ്ദേഹം രാജാവിന് വേണ്ടി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ എന്നാണ് ആയുഷ്മാൻ ആനന്ദൻ കരുതിയത്. അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ അതേപ്രകാരം തന്നെ ഗൊബക മൊഗ്ഗല്ലാനൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്ത് എത്തിച്ചേർന്നു. അപ്പോൾ ഗൊബക മൊഗ്ഗല്ലാനൻ ആയുഷ്മാൻ ആനന്ദൻ ദൂരത്തു നിന്ന് തന്നെ വരുന്നത് കണ്ടു. എന്നിട്ട് ആയുഷ്മാൻ ആനന്ദനോട് ഇങ്ങനെ പറഞ്ഞു, ഭവാൻ ആനന്ദ, താങ്കൾ വന്നാലും ഭവാൻ ആനന്ദന് സ്വാഗതം. ഭവാൻ ആനന്ദൻ ഇവിടെ വന്നിട്ട് വളരെയേറെ കാലമായി. ഭവാൻ ആനന്ദൻ ഇരുന്നു കഴിഞ്ഞാലും ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ തയ്യാറാണ്. അപ്പോൾ വിരിച്ചിരിക്കുന്ന ഇരിപ്പിടത്തിൽ ആയുഷ്മാൻ ആനന്ദൻ ഇരുന്നു. അപ്പോൾ മൊഗ്ഗല്ലാനൻ ഒരു താഴ്ന്ന ഇരിപ്പിടത്ത് ഇരുന്നു. അതിനുശേഷം കാവൽക്കാരനായിട്ടുള്ള മൊഗ്ഗല്ലാനൻ ആയുഷ്മാൻ ആനന്ദനോട് ഇങ്ങനെ പറഞ്ഞു, ആയുഷ്മാൻ ആനന്ദ, ഗൗതമശാസ്താവ് അർഹന്തനാണ്, സമ്മാസംബുദ്ധനാണ്. അദ്ദേഹത്തിന് തുല്യമായിട്ട് എല്ലാ ഗുണങ്ങളും ഉള്ള ഏതെങ്കിലും ഒരു ഭിക്ഷു ഭിക്ഷസംഘത്തിലുണ്ടോ? അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ പറഞ്ഞു, ഇല്ല ബ്രാഹ്മണ, അങ്ങനെ ഒരു ഭിക്ഷുവും ഗൗതമശാസ്താവിന് തുല്യരായിട്ടുള്ള, എല്ലാ തരത്തിലും തുല്യരായിട്ടുള്ള ഒരു ഭിക്ഷുവും ഭിക്ഷസംഘത്തിലില്ല. ബ്രാഹ്മണ, ഭഗവാനാണ് ഇല്ലാതിരുന്ന പാതയെ കണ്ടുപിടിച്ചത്, ജനിക്കാതിരുന്ന ആ പാതയ്ക്ക് ജന്മം കൊടുത്തത്, വ്യാഖ്യാനിക്കാത്ത ആ പാതയ്ക്ക് വ്യാഖ്യാനം കൊടുത്തത്, ആ പാതയെ നല്ല പോലെ അറിയുന്ന വ്യക്തി ഗൗതമശാസ്താവാണ്. ആ പാതയെ കണ്ടുപിടിച്ച വ്യക്തി ഗൗതമശാസ്താവാണ്. ആ പാതയിൽ വിദഗ്ധൻ ഗൗതമശാസ്താവാണ്. ഈ ഭിക്ഷുക്കൾ അദ്ദേഹം പറഞ്ഞു തന്ന പാതയിലൂടെ മുന്നേറുകയാണ്. അവർ അതിനെ പിന്നീട് നേടുന്നതാണ്. പക്ഷേ ആയുഷ്മാൻ ആനന്ദനും മൊഗ്ഗല്ലാനൻ എന്ന കാവൽക്കാരനും തമ്മിലുള്ള സംഭാഷണം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയി. എന്തെന്നാൽ ആ സമയത്ത് വെസ്സകാര എന്ന ബ്രാഹ്മണൻ, അദ്ദേഹം മഗധയിലെ ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹം രാജഗൃഹത്തിലെ ജോലികളെ നിരീക്ഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു. മൊഗ്ഗല്ലാനൻ്റെ ജോലിസ്ഥലത്ത് നിരീക്ഷണത്തിന് വേണ്ടി എത്തിച്ചേർന്നതായിരുന്നു. അപ്പോൾ വെസ്സകാരൻ എന്ന് പറയുന്ന ആ ബ്രാഹ്മണൻ, ആ മന്ത്രി ആയുഷ്മാൻ ആനന്ദൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ആയുഷ്മാൻ ആനന്ദനുമായിട്ട് അദ്ദേഹം കുശലപ്രശ്നങ്ങൾ നടത്തി. കുശലപ്രശ്നങ്ങൾക്കും അഭിവാദ്യങ്ങൾക്കും ശേഷം വെസ്സലാനൻ ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ആയുഷ്മാൻ ആനന്ദനോട് ഇങ്ങനെ പറഞ്ഞു, ഭവാൻ ആനന്ദ, എന്താണ് നിങ്ങൾ തമ്മിൽ ഇരുന്ന് ഇത്ര നേരം സംസാരിച്ചത്? ഏത് സംസാരമാണ് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയത്? അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ
ബസ്സക്കാരൻ വരുന്നതിന് മുൻപുള്ള തങ്ങളുടെ സംഭാഷണം ബസ്സക്കാരനോട് പറഞ്ഞു. അപ്പോൾ മന്ത്രി ബസ്സക്കാരൻ ആയുഷ്മാൻ ആനന്ദനോട് ഇങ്ങനെ പറഞ്ഞു, ഭവാൻ ആനന്ദ, ഗൗതമശാസ്താവ് ഏതെങ്കിലും ഒരു ഭിക്ഷുവിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിയമിച്ചിട്ടുണ്ടോ? ഞാൻ പരിനിർവാണം നേടിക്കഴിഞ്ഞാൽ ഈ വ്യക്തിയിൽ ആയിരിക്കണം നിങ്ങൾ ശരണം തേടേണ്ടത്, ഈ വ്യക്തിയുടെ അടുത്തേക്കാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് ഗൗതമശാസ്ത പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ബ്രാഹ്മണ, ഗൗതമശാസ്ത ഒരു വ്യക്തിയെയും പരിനിർവാണത്തിന് ശേഷം ഈ വ്യക്തിയിലാണ് നിങ്ങൾ ശരണം തേടേണ്ടത് എന്ന് പറഞ്ഞ് ആരെയും നിയമിച്ചിട്ടില്ല. അപ്പോൾ ആ ബ്രാഹ്മണൻ വീണ്ടും ആയുഷ്മാൻ ആനന്ദനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഭവാൻ ആനന്ദ, താങ്കളുടെ ഈ ഭിക്ഷുസംഘം അതിൽ ഒരുപാട് മുതിർന്ന ഭിക്ഷുക്കളുണ്ട്. അവർ എല്ലാവരും കൂടിച്ചേർന്ന് ഏതെങ്കിലും ഒരു ഭിക്ഷുവിനെ ഈ സ്ഥാനത്ത് നിർദ്ദേശിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭിക്ഷുവിനെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ഇല്ല ബ്രാഹ്മണ, ഭിക്ഷുസംഘമോ അല്ലെങ്കിൽ മുതിർന്ന ഭിക്ഷുക്കളോ ഒരു വ്യക്തിയെയും ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിട്ടില്ല. എന്നാൽ ഭവാൻ ആനന്ദ, നിങ്ങൾക്ക് ഇപ്പോൾ യാതൊരു ശരണവും ഇല്ല. എന്നാലും നിങ്ങൾ വളരെ യോജിപ്പോടുകൂടി ഒരുമയോടുകൂടി എങ്ങനെയാണ് കഴിയുന്നത്? ബ്രാഹ്മണ, ഞങ്ങൾ ശരണമില്ലാത്തവരല്ല. ഞങ്ങൾക്ക് ഒരു ശരണമുണ്ട്, ധമ്മപ്പടിശരണം. ധർമ്മം തന്നെയാണ് ഞങ്ങളുടെ ശരണം. ഭവാൻ ആനന്ദ, ഞങ്ങൾ ചോദിച്ചിരുന്നു, ഗൗതമശാസ്ത അദ്ദേഹത്തിൻ്റെ പരിനിർവാണത്തിന് ശേഷം ഏതെങ്കിലും ഭിക്ഷു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കണം എന്ന് പറഞ്ഞ് ആരെയെങ്കിലും ആ സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മുതിർന്ന ഭിക്ഷുക്കളോ അല്ലെങ്കിൽ സംഘമോ ചേർന്ന് ഏതെങ്കിലും ഒരു ഭിക്ഷുവിനെ ആ സ്ഥാനത്ത് നിയമിച്ചിട്ടുണ്ടോ? ബുദ്ധൻ്റെ പരിനിർവാണത്തിന് ശേഷം ആ വ്യക്തിയിൽ നിങ്ങൾ ശരണം തേടണം, ആ വ്യക്തിയുടെ അടുത്താണ് നിങ്ങൾ പോകേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യത്തിനെല്ലാം താങ്കൾ പറഞ്ഞത് ഇല്ല എന്നാണ്. എന്നാൽ ഭവാൻ ആനന്ദൻ ഇങ്ങനെ പറഞ്ഞു, താങ്കളുടെ ഭിക്ഷുസംഘത്തിൻ്റെ ഐക്യത്തിന് കാരണം ധർമ്മത്തെയാണ് ഈ ഭിക്ഷുസംഘം ഇപ്പോൾ ശരണം തേടുന്നത് എന്നാണ്. എങ്ങനെയാണ് ഞാൻ ഈ പ്രസ്താവനയുടെ അർത്ഥം മനസ്സിലാക്കേണ്ടത്? ബ്രാഹ്മണ, ആ ഭഗവാൻ എല്ലാം അറിയുന്ന ഭഗവാനാണ്, എല്ലാം കാണുന്ന ഭഗവാനാണ്, അർഹന്തനാണ്, സമ്മാസംബുദ്ധനാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ശിക്ഷാപദം, അതായത് എങ്ങനെ അഭ്യസിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പാതിമോക്ഷം അല്ലെങ്കിൽ വിനയം, നിയമങ്ങൾ, ഭിക്ഷു പാലിക്കേണ്ട നിയമങ്ങൾ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉപോസത ദിവസത്തിൽ ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ജില്ലയെ ആശ്രയിച്ച് നിൽക്കുന്ന ഞങ്ങളെല്ലാവരും ഒരു ഭാഗത്ത് ഒത്തുചേരുന്നു. എന്നിട്ട് ആ വിനയത്തിലെ നിയമങ്ങളെ ആരോടെങ്കിലും ചൊല്ലാൻ പറയുന്നു. അവർ ചൊല്ലുന്ന സമയത്ത് ആരെങ്കിലും ഏതെങ്കിലും നിയമം തെറ്റിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ധർമ്മത്തിൽ നിർദ്ദേശിച്ച നിർദ്ദേശപ്രകാരം അവരെ ഞങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ നയിക്കുന്നു. ആ ആയുഷ്മാനല്ല ഞങ്ങളെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്, ധർമ്മമാണ് അത് ഞങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഭവാൻ ആനന്ദ, ഏതെങ്കിലും ഒരു ഭിക്ഷു അത്തരത്തിലുണ്ടോ? ആ ഭിക്ഷുവിനെ താങ്കൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, ആരാധിക്കുന്നു, ആ ഭിക്ഷുവിൽ താങ്കൾ ആശ്രയിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഭിക്ഷുസംഘത്തിലുണ്ടോ? ബ്രാഹ്മണ, അത്തരത്തിലുള്ള ഒരു ഭിക്ഷുവും ഭിക്ഷുസംഘത്തിലില്ല. ഭവാൻ ആനന്ദ, ഞങ്ങൾ താങ്കളോട് ഇങ്ങനെ ചോദിച്ചിരുന്നു, ഭഗവാൻ ഗൗതം ശാസ്ത്ര അദ്ദേഹത്തിൻ്റെ പരിനിർവാണത്തിന് ശേഷം ഏതെങ്കിലും ഒരു ഭിക്ഷുവിനെ തൻ്റെ പകരം നിയമിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു. അല്ലെങ്കിൽ സംഘം തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ മുതിർന്ന ഭിക്ഷുക്കൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഭിക്ഷു ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു. ആ ഭിക്ഷുവിനെയാണ് ബുദ്ധൻ്റെ പരിനിർവാണത്തിന് ശേഷം നിങ്ങൾ ശരണം തേടേണ്ടത്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ പോകേണ്ടത്, അദ്ദേഹത്തിനെ ആശ്രയിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് ഞങ്ങൾ ചോദിച്ചു. അതിനെല്ലാം താങ്കൾ ഉത്തരം പറഞ്ഞു, അങ്ങനെ ഒരു വ്യക്തിയെയും ഭഗവാനോ അല്ലെങ്കിൽ ഭിക്ഷുസംഘങ്ങളോ മുതിർന്ന ഭിക്ഷുക്കളോ നിർദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഞങ്ങൾ താങ്കളോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു ഭിക്ഷുസംഘത്തിൽ അത്തരത്തിലുണ്ടോ? ആ ഭിക്ഷുവിനെ താങ്കൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, ആരാധിക്കുന്നു,
അദ്ദേഹത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഭിക്ഷു ഉണ്ടോ എന്ന് താങ്കളോട് ചോദിച്ചപ്പോൾ അതിനും താങ്കൾ ഉത്തരം പറഞ്ഞു, അത്തരം ഒരു ഭിക്ഷുവും ഇല്ല എന്ന് പറഞ്ഞു. ഭവാൻ ആനന്ദ, എങ്ങനെയാണ് ഞാൻ ഈ പ്രസ്താവനയുടെ അർത്ഥത്തെ മനസ്സിലാക്കേണ്ടത്? ബ്രാഹ്മണ, ആ ഭഗവാൻ 10 ഗുണങ്ങളെപ്പറ്റി, ഹൃദ്യമായിട്ടുള്ള ഗുണങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഭഗവാൻ എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, അർഹന്തനാണ്, സമ്മാസംബുദ്ധനാണ്. അദ്ദേഹം 10 ഹൃദ്യമായിട്ടുള്ള ഗുണങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആരിലെങ്കിലും ഈ 10 ഗുണങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ ഞങ്ങൾ ബഹുമാനിക്കും. ആ 10 ഗുണങ്ങൾ ഏതൊക്കെയാണ്? ബ്രാഹ്മണ, ഒരു ഭിക്ഷു ശീലവാനാണ്, പാതിമോക്ഷം അല്ലെങ്കിൽ ഭിക്ഷുക്കളുടെ വിനയത്തിൽ ആ വ്യക്തി വളരെ ശരിയായിട്ട് പാലിക്കുന്ന ഭിക്ഷുവാണ്. ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ ഭിക്ഷു പെരുമാറുന്നത്. ശരിയായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ആ ഭിക്ഷു ഭിക്ഷ യാചിക്കുന്നത്. ചെറിയ തെറ്റിൽ പോലും ആ വ്യക്തി വളരെ ഭയം കാണുന്നു. ആ ഭിക്ഷു ഏറ്റെടുത്ത നിയമങ്ങളെ ശരിയായിട്ടുള്ള രീതിയിൽ ആ ഭിക്ഷു പാലിക്കുന്നു. അതായത് ഭിക്ഷുക്കൾക്ക് വിനയപട്ടികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളെയും ഒരു ഭിക്ഷു പാലിക്കുന്നു. അതിൽ ഒട്ടും തന്നെ തെറ്റുവരുത്തുന്നില്ല. ആ വ്യക്തി ബഹുശ്രുതൻ, അതായത് വളരെയധികം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതിനെ ഓർത്തു വച്ചിരിക്കുന്ന വ്യക്തിയാണ്. ആ ഓർത്തു വെച്ചതിനെ ധാരണം ചെയ്യുന്ന വ്യക്തിയാണ്. അതായത് സ്വന്തം അനുഭവത്തിൽ കൊണ്ടുവരുന്ന വ്യക്തിയാണ്. ഈ ധർമ്മം ആദികല്യാണമാണ്, മധ്യത്തിൽ മംഗളം ചെയ്യുന്നതാണ്, അന്ത്യത്തിലും കല്യാണം ചെയ്യുന്നതാണ്. അർത്ഥവത്താണ്, ശരിയായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കേവലം പരിശുദ്ധവും പരിപൂർണവുമായിട്ടുള്ള ബ്രഹ്മചര്യത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. ഈ ധർമ്മത്തെ അവർ ശരിയായിട്ടുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ട്, അതിനെ ഓർമ്മ വച്ചിട്ടുണ്ട്, അതിനെ വീണ്ടും പാരായണം ചെയ്തുകൊണ്ട് ഉറപ്പിക്കുന്നുണ്ട്, മനസ്സിൽ അതിനെപ്പറ്റി വിശകലനം ചെയ്യുന്നുണ്ട്, എന്നിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ അതിനെ ഗ്രഹിക്കുന്നുണ്ട്. അവർ തങ്ങൾക്കുള്ള ചീവരത്തിലും അതേപോലെ തന്നെ ഭിക്ഷാന്നത്തിലും കിട്ടുന്ന താമസ സ്ഥലത്തിലും മരുന്നിലും അതേപോലെ തന്നെ രോഗികൾക്കുള്ള മറ്റ് അവശ്യ വസ്തുക്കളിലും സന്തുഷ്ടരാണ്. അതായത് ഇത് ഒഴികെ മറ്റൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അവർ ഈ 4 ധ്യാനം അഭ്യസിക്കുന്നവരാണ്. അവർക്കത് ലഭിക്കുന്നുണ്ട്. വർത്തമാനകാലത്തിൽ തന്നെ സുഖകരമായിട്ടുള്ള ഒരു ധ്യാനമാണിത്. ഇത് മനസ്സിൻ്റെ ഉയർന്ന തലങ്ങളിലെ ധ്യാനമാണ്. അവർ എപ്പോൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഒരു ബുദ്ധിമുട്ടും ഒരു കഷ്ടവും കൂടാതെ അവർക്ക് ഈ 4 ധ്യാനത്തിൽ ഇരിക്കാൻ സാധിക്കുന്നു. അവർക്ക് പലവിധ ഋദ്ധിശക്തികളും ലഭിച്ചിട്ടുണ്ട്, ദിവ്യശക്തികളും ലഭിച്ചിട്ടുണ്ട്. അവർ തങ്ങളെ തന്നെ പലതാക്കുന്നു, വീണ്ടും ഒന്നാകുന്നു, പ്രകടമാകുന്നു, അപ്രത്യക്ഷമാകുന്നു. ഒരു ചുമരിൻ്റെ ഇടയിലൂടെ ബാധകളില്ലാതെ അവർ കടന്നു പോകുന്നു. ഒരു പർവ്വതത്തിൽ കൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങളിൽ കൂടെ വായുവിലെന്ന വണ്ണം അവർ കടന്നു പോകുന്നു. വെള്ളത്തിലെന്ന പോലെ അവർ ഭൂമിക്ക് ഉള്ളിലും പുറത്തും വന്നുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലെന്ന പോലെ അവർ വെള്ളത്തിൽ നടക്കുന്നു. ചമ്രം പടിഞ്ഞുകൊണ്ട് അവർക്ക് വായുവിലൂടെ പറക്കാൻ സാധിക്കുന്നു, ഒരു പക്ഷിയെപ്പോലെ. ചന്ദ്രനെയും സൂര്യനെയും വരെ തൻ്റെ കൈകൊണ്ട് സ്പർശിക്കാൻ അവർക്ക് സാധിക്കുന്നു. അതായത് വളരെയധികം ഋദ്ധിശക്തികൾ അവർക്ക് ഉണ്ട് എന്നതിന് വളരെ അലങ്കാരികമായിട്ട് ഇത് പറയുന്നതാണ്. അതിനെ നമ്മൾ വാക്കുകളാൽ എടുക്കരുത്. വളരെ ശക്തിയുള്ളവരാണ് അവർ. ബ്രഹ്മലോകം വരെയുള്ള ലോകത്തിലേക്ക് തൻ്റെ ശരീരത്തെ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നു. മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ദിവ്യ സ്രോതം അല്ലെങ്കിൽ ചെവി അവർക്കുണ്ട്. അത് പരിശുദ്ധമായിട്ടുള്ള ദിവ്യ സ്രോതമാണ്. അവർക്ക് മനുഷ്യന്മാരുടെയും അതേപോലെ തന്നെ ദേവന്മാരുടെയും ശബ്ദം കേൾക്കാൻ സാധിക്കുന്നു. ദൂരെയും അടുത്തുമുള്ള ശബ്ദം അവർക്ക് കേൾക്കാൻ സാധിക്കുന്നു. അവർക്ക് മറ്റുള്ളവരുടെ ചിത്തത്തെ സ്വന്തം ചിത്തത്താൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റുള്ളവരുടെ ചിത്തത്തിൽ രാഗമുണ്ടെങ്കിൽ അത് രാഗമുള്ള ചിത്തമാണ് എന്ന് അറിയുന്നു. രാഗമില്ലാത്ത ചിത്തമാണെങ്കിൽ രാഗമില്ലാത്ത ചിത്തം എന്ന് അറിയുന്നു. ദ്വേഷമുള്ള ചിത്തമാണെങ്കിൽ ദ്വേഷമുള്ള ചിത്തമാണ് എന്നറിയുന്നു. ദ്വേഷമില്ലാത്ത ചിത്തമാണെങ്കിൽ ദ്വേഷമില്ലാത്ത ചിത്തമാണ് എന്ന് അറിയുന്നു. മോഹമുള്ള ചിത്തമാണെങ്കിൽ മോഹമുള്ള ചിത്തമാണ് എന്നറിയുന്നു. മോഹമില്ലാത്ത ചിത്തമാണ് എങ്കിൽ മോഹമില്ലാത്ത ചിത്തമാണ് എന്ന് അറിയുന്നു. സംക്ഷിപ്തമായിട്ടുള്ള ചിത്തമാണെങ്കിൽ സംക്ഷിപ്തമായിട്ടുള്ള ചിത്തമാണ് എന്നറിയുന്നു. വിക്ഷിപ്തമായിട്ടുള്ള ചിത്തമാണെങ്കിൽ വിക്ഷിപ്തമായിട്ടുള്ള ചിത്തമാണ് എന്ന് അറിയുന്നു. മഹഗതമായിട്ടുള്ള ചിത്തമാണ് എങ്കിൽ മഹഗതമായിട്ടുള്ള ചിത്തമാണ് എന്ന് അറിയുന്നു. അതായത് മൈത്രി ചിത്തം. മഹഗതം അല്ലാത്ത ചിത്തമാണെങ്കിൽ മഹഗത
അല്ലാത്ത ചിത്തമാണ് എന്ന് അറിയുന്നു. മൈത്രി ഇല്ലാത്ത ചിത്തം. സ ഉത്തരം, അതായത് ഉയർന്നതല്ലാത്ത മനസ്സിനെ ഉയർന്നതല്ലാത്ത മനസ്സ് എന്ന് അറിയുന്നു, അതായത് ധ്യാനത്തിൽ അല്ലാത്ത മനസ്സ്. അനുത്തരം ചിത്തത്തെ അനുത്തരം, ഉയർന്ന ചിത്തത്തെ ഉയർന്ന ചിത്തം എന്ന് അറിയുന്നു, അതായത് ധ്യാനത്തിലുള്ള ചിത്തം. സമാഹിതം, അതായത് സമാധിയിലുള്ള ചിത്തത്തെ സമാധിയിലുള്ള ചിത്തമാണ് എന്ന് അറിയുന്നു, സമാഹിതം അല്ലാത്ത ചിത്തത്തെ സമാഹിതം അല്ലാത്ത ചിത്തം എന്ന് അറിയുന്നു. ചിത്തം വിമുക്തമാണെങ്കിൽ വിമുക്തമായിട്ടുള്ള ചിത്തം എന്ന് അറിയുന്നു, ചിത്തം വിമുക്തമല്ല എങ്കിൽ വിമുക്തമല്ലാത്ത ചിത്തം എന്ന് അറിയുന്നു. അവർ തങ്ങളുടെ പലതരത്തിലുള്ള പൂർവ്വജന്മങ്ങളെ ഓർത്തെടുക്കുന്നു. 1, 100, 1000, ലക്ഷം, ആകാശഗംഗകളുടെ എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ. അവിടെയെല്ലാം തൻ്റെ പേര് ഇതായിരുന്നു, കുലം ഇതായിരുന്നു, ഇപ്രകാരമായിരുന്നു എൻ്റെ വേഷം, ഇപ്രകാരമാണ് ഞാൻ സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്, അതിനുശേഷം ഇന്ന പ്രകാരത്തിൽ ഞാൻ മരിച്ചു, അതിനുശേഷം ഇന്ന ലോകത്ത് വീണ്ടും ഞാൻ ജനിച്ചു, അവിടെ എൻ്റെ പേര് ഇതായിരുന്നു, കുലം ഇതായിരുന്നു, വേഷം ഇതായിരുന്നു, എൻ്റെ ഭക്ഷണം ഇപ്രകാരമായിരുന്നു സുഖദുഃഖങ്ങൾ അനുഭവിച്ചത്, അതിനുശേഷം അവിടെ ഞാൻ വീണ്ടും മരിച്ചു, വീണ്ടും മറ്റൊരിടത്ത് പോയിട്ട് ജനിച്ചു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി വളരെ വ്യക്തമായിട്ട് തൻ്റെ പൂർവ്വജന്മങ്ങളെ ഓർത്തെടുക്കാൻ സാധിക്കുന്നു. അതുകൂടാതെ അവർക്ക് ദിവ്യമായിട്ടുള്ള ചക്ഷു നേത്രമുണ്ട്. മനുഷ്യർക്ക് അതീതവും പരിശുദ്ധവുമായിട്ടുള്ള നേത്രമാണ്. അതുകൊണ്ട് പ്രാണികളുടെ മരണവും ജനനവും അവർക്ക് ദർശിക്കാൻ സാധിക്കുന്നു. താഴ്ന്ന കുലത്തിൽ ഉയർന്ന കുലത്തിൽ, സുന്ദരർ വിരൂപർ ആയിട്ട്, നല്ല സ്ഥലത്ത് ചീത്ത സ്ഥലത്ത് എങ്ങനെയാണ് ജീവികൾ തൻ്റെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് ജനിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവരുടെ ചിത്തത്തിലുള്ള ആശ്രവങ്ങൾ എല്ലാം ശമിച്ചുകൊണ്ട് അവർക്ക് ചേതോ വിമുക്തി, പഞ്ഞാവിമുക്തി ഇത് രണ്ടും ഉണ്ടാകുന്നു. ഈ ജന്മത്തിൽ തന്നെ ഈ 2 തരത്തിലുള്ള മുക്തിയും ഉണ്ടാകുന്നു. ആശ്രവങ്ങൾ ക്ഷയിച്ചതുകൊണ്ട് സ്വന്തം അനുഭവത്തിനാൽ അവർക്ക് ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു. ഇതാണ് 10 ദിവ്യമായിട്ടുള്ള ഗുണങ്ങൾ. അത് ഭഗവാൻ വ്യാഖ്യാനിച്ചു തന്നിട്ടുള്ളതാണ്. അദ്ദേഹം എല്ലാം കാണുന്ന വ്യക്തിയാണ്, എല്ലാം അറിയുന്ന വ്യക്തിയാണ്, അർഹന്തനാണ്, സമ്പുദ്ധനാണ്. ആരിലെങ്കിലും ഞങ്ങൾ ഈ 10 ഗുണങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഞങ്ങൾ തീർച്ചയായിട്ടും ബഹുമാനിക്കും, ആ വ്യക്തിയെ ഞങ്ങൾ ആശ്രയിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വത്സകാരോ എന്ന ബ്രാഹ്മണൻ ഉപനന്ദൻ എന്ന് പറയുന്ന സേനാപതിയോട് ഇങ്ങനെ പറഞ്ഞു: സേനാപതി, താങ്കൾ എന്താണ് കരുതുന്നത്? ഈ ആയുഷ്മാന്മാർ അവരെ ബഹുമാനിക്കാറുണ്ടോ, പൂജിക്കാറുണ്ടോ, ആരാധിക്കാറുണ്ടോ? യോഗ്യരായിട്ടുള്ള വ്യക്തികളെ ഇവർ ആരാധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഭവാൻ, ഇവർ അർഹിക്കുന്നവരെ തീർച്ചയായിട്ടും ആരാധിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്, ആദരിക്കാറുണ്ട്. ഭവാൻ, ഈ ആയുഷ്മാന്മാർ തന്നെ അവരെ ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല, പൂജിക്കുന്നില്ല എങ്കിൽ മറ്റ് ആരെയാണ് അവർ ബഹുമാനിക്കുന്നത്, ആരാധിക്കുന്നത്, പൂജിക്കുന്നത്? അപ്പോൾ വത്സകാര എന്ന് പറയുന്ന മന്ത്രി ആയുഷ്മാൻ ആനന്ദനോട് ഇങ്ങനെ പറഞ്ഞു: ഭവാൻ ആനന്ദ, താങ്കൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ബ്രാഹ്മൺ: ഞാൻ വേളുവനത്തിൽ ആണ് താമസിക്കുന്നത്. ഭവാൻ ആനന്ദ, ഞാൻ വിചാരിക്കുന്നു വേളുവനം വളരെ രമണീയമാണ്, ശാന്തമാണ്, പ്രശാന്തമാണ്. അവിടെ ജനക്കൂട്ടം ഒന്നും തന്നെ ഇല്ല, ജനവാസത്തിന് വളരെ ദൂരെയുള്ള സ്ഥലമാണ്, ധ്യാനിക്കാൻ പറ്റിയ സ്ഥലം തന്നെയല്ലേ അത്? ബ്രാഹ്മണ, തീർച്ചയായിട്ടും താങ്കളെപ്പോലെ രക്ഷിക്കുന്നവരും സംരക്ഷിക്കുന്നവരുമായിട്ടുള്ള വ്യക്തികൾ ഉള്ളതുകൊണ്ട് അത് ഇപ്പോഴും ശാന്തമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. തീർച്ചയായും ഭവാൻ ആനന്ദ, താങ്കളെപ്പോലെയുള്ള വ്യക്തികൾ ധ്യാനിക്കുന്ന സ്വഭാവം സൂക്ഷിക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഭവാന്മാർ ധ്യാനിക്കാറുണ്ട്, ധ്യാനിക്കുന്ന സ്വഭാവം സൂക്ഷിക്കുന്നവരാണ്. ഭവാൻ ആനന്ദ, ഒരിക്കൽ ഗൗതമശാസ്ത്ര വേസാലിയിൽ വിഹാരം ചെയ്യുകയായിരുന്നു. അവിടെയുള്ള മഹാവനത്തിലെ കൂടകാരശാലയിൽ വിഹരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ അവിടെ പോയിരുന്നു. ആ സമയത്ത് ഗൗതമശാസ്ത്ര ധ്യാനത്തെപ്പറ്റി അനേക വിധത്തിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം ധ്യാനിക്കുമായിരുന്നു, ധ്യാനിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള ധ്യാനത്തെയും ഗൗതമശാസ്ത്ര പ്രശംസിച്ചിരുന്നു. അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ പറഞ്ഞു: ഇല്ല ബ്രാഹ്മണ, ഭഗവാൻ എല്ലാ തരത്തിലുള്ള ധ്യാനത്തെയും പ്രശംസിച്ചിരുന്നില്ല, എല്ലാ തരത്തിലുള്ള ധ്യാനത്തെയും അദ്ദേഹം നിന്ദിച്ചിട്ടും ഇല്ല.
ബ്രാഹ്മണ, ഏതു തരത്തിലുള്ള ധ്യാനത്തെയാണ് അദ്ദേഹം പ്രശംസിക്കാതിരുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കാമരാഗം ഉണ്ട്, അതായത് ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആസക്തി ഉണ്ട്. ആ കാമരാഗത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്ന് ആ വ്യക്തിക്ക് അറിയില്ല. ആ കാമരാഗത്തെ ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് അവർ ധ്യാനിക്കുന്നു. മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുന്നു, മനസ്സിനെ സമാഹിതമാക്കാൻ ശ്രമിക്കുന്നു, എന്നിട്ട് ധ്യാനിക്കാൻ ശ്രമിക്കുന്നു. അതായത് ഇവിടെ നീവരണങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്, 5 നീവരണങ്ങളെക്കുറിച്ച്. ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉള്ളിൽ രാഗം, ദ്വേഷം തുടങ്ങിയ നീവരണങ്ങൾ ഉണ്ട്. പക്ഷേ ആ നീവരണങ്ങളെ എങ്ങനെ പുറത്തു കളയണം എന്ന് ആ വ്യക്തിക്ക് അറിയുന്നില്ല. ആ നീവരണങ്ങൾ ഉള്ളിൽ അമർത്തി വെച്ചുകൊണ്ട് തന്നെ ആ വ്യക്തി ധ്യാനിക്കുന്നു. ഈ ധ്യാനത്തെ ഭഗവാൻ ഒരിക്കലും പ്രശംസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിനു മുൻപുള്ള സൂത്രങ്ങളിൽ ഭഗവാൻ അനുപുബ്ബ ശിക്ഷ, അതായത് ക്രമേണയുള്ള ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ശീലം പാലിക്കണം, പിന്നെ ഇന്ദ്രിയ സംയമം പാലിക്കണം, പിന്നെ സമ്പജന്യം പാലിക്കണം, അതിനുശേഷം നീവരണങ്ങൾ പരിപൂർണമായിട്ട് ഇല്ലാതാക്കണം. അതിനുശേഷമാണ് 4 ധ്യാനം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അവരുടെ മനസ്സിൽ വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷമുണ്ട്. ആ ദ്വേഷം അവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. ആ ദ്വേഷം എങ്ങനെ പുറത്തു കളയണം എന്ന് അറിയില്ല. ആ ദ്വേഷത്തെ അമർത്തി വെച്ചുകൊണ്ട് അവർ ചിത്തത്തെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും. ധീനമിത്ത, അതായത് ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യം അവരുടെ മനസ്സിലുണ്ട്, അത് നിറഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്ന് അവർക്കറിയുന്നില്ല. അതിനെ അമർത്തി വെച്ചുകൊണ്ട് അവർ ധ്യാനിക്കാൻ ശ്രമിക്കുന്നു. ഉദ്ദച്ച കുക്കുച്ചം, അതായത് ഇരിക്കപ്പുറത്തില്ലായ്മ, ഇത് അവരുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്ന് അവർക്കറിയുന്നില്ല. അതിനാൽ അവർ അത് ഉള്ളിൽ അമർത്തി വയ്ക്കുന്നു, എന്നിട്ട് ധ്യാനിക്കാൻ ശ്രമിക്കുന്നു. വിചികിത്സ അല്ലെങ്കിൽ സംശയം, അവരുടെ ഉള്ളിൽ സംശയം ഉണ്ട്. ആ സംശയത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്ന് അവർക്കറിയുന്നില്ല. അതിനാൽ ആ സംശയത്തെ ഉള്ളിൽ അമർത്തി വെച്ചുകൊണ്ട് അവർ ധ്യാനിക്കാൻ ശ്രമിക്കുന്നു, മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുന്നു. ബ്രാഹ്മണ, ഈ തരത്തിലുള്ള ധ്യാനത്തെ ഭഗവാൻ ഒരിക്കലും പ്രശംസിച്ചിട്ടില്ല. ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിലെ നീവരണങ്ങളെ കളയാതെ നമ്മൾ ധ്യാനത്തിൽ പോവുകയാണെങ്കിൽ അതൊരിക്കലും ഭഗവാൻ പ്രശംസിച്ചിട്ടുള്ള ധ്യാനമല്ല എന്നുള്ള കാര്യം ഓർക്കണം. ബ്രാഹ്മണ, ഏത് തരത്തിലുള്ള ധ്യാനത്തെയാണ് ഭഗവാൻ പ്രശംസിച്ചിട്ടുള്ളത്? ഇനി പറയുന്നത് 4 തരത്തിലുള്ള ധ്യാനത്തെക്കുറിച്ചിട്ടാണ്. ഒരു ഭിക്ഷു വിവിച്ച കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി, കാമങ്ങളില്ലാതെ അകുശല ധർമ്മങ്ങളില്ലാതെ ഒന്നാമത്തെ ധ്യാനത്തിൽ പോയിട്ട് എത്തിച്ചേരുന്നു. വിതർക്ക വിചാര പീതി സുഖം ഏകാഗ്രതയുണ്ട്. വിതർക്ക വിചാരങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് 2ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേർന്നു. പ്രീതിയെ ഉപേക്ഷിച്ച് 3ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. സുഖത്തെ ഉപേക്ഷിച്ച് 4ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ സുഖമോ ദുഃഖമോ അല്ല, ന്യൂട്രലായിട്ടുള്ള സെൻസേഷനാണ് ഉള്ളത്. അവിടെ ഉപേക്ഷ ഉണ്ട്. ഭഗവാൻ ഈ പ്രകാരത്തിലുള്ള ധ്യാനത്തെയാണ് പ്രശംസിച്ചിട്ടുള്ളത്. ഭഗവാൻ ആനന്ദ, ഇങ്ങനെ തോന്നുന്നു ഗൗതമശാസ്ത്ര നിന്ദിക്കേണ്ട ധ്യാനത്തെ സംസാരിച്ചിട്ടുണ്ട്, പ്രശംസിക്കേണ്ട ധ്യാനത്തെ പ്രശംസിച്ച് സംസാരിച്ചിട്ടുണ്ട്. ശരി ഭഗവാൻ ആനന്ദ, എനിക്കിപ്പോൾ പോകേണ്ടതുണ്ട്. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്. ശരി ബ്രാഹ്മൺ, താങ്കൾക്ക് എന്തിന് സമയമായി എന്ന് തോന്നുന്നു അത് ചെയ്യുക. അപ്പോൾ വെസ്സകാരൻ എന്ന ബ്രാഹ്മണൻ ആയുഷ്മാൻ ആനന്ദൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം അവിടെ നിന്ന് പോയി. വെസ്സകാരൻ പോയതിന് ശേഷം മൊഗ്ഗല്ലാനൻ എന്ന കാവൽക്കാരൻ ആയുഷ്മാൻ ആനന്ദനോട് ഇങ്ങനെ പറഞ്ഞു: ഭഗവാൻ ആനന്ദ, താങ്കൾ എൻ്റെ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ബ്രാഹ്മണ, എന്നാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഗൗതമശാസ്താവ് അർഹന്തൻ സമ്മാസമ്പന്നന് ഉള്ള എല്ലാ ഗുണങ്ങളും ഉള്ള മറ്റൊരു ഭിക്ഷുവിനെ നമ്മൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. അങ്ങനെ എല്ലാം തികഞ്ഞ ഗൗതമശാസ്താവിന് ഉള്ള എല്ലാ ഗുണങ്ങളും അതേ രീതിയിൽ തികഞ്ഞ ഒരു ഭിക്ഷുവും ഇല്ല. എന്തെന്നാൽ ഭഗവാനാണ് ഉൽപ്പന്നമാകാത്ത പാതയെ ഉൽപ്പന്നമാക്കിയത്, ജനിക്കാത്ത പാതയെ ജനിപ്പിച്ചത്, വ്യാഖ്യാനിക്കാത്ത പാതയെ വ്യാഖ്യാനിച്ചത്. വഴിയെ അറിയുന്ന വ്യക്തിയാണ്, വഴിയെ കണ്ടുപിടിച്ച വ്യക്തിയാണ്, വഴിയിൽ വിദഗ്ധനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ ഭിക്ഷുക്കൾ ആ പാതയെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഫലത്തെ അവർ പിന്നീട് നേടുന്നതാണ്.
ഗൊപകമൊഗ്ഗല്ലാന സുത്തം നിക്ഷിതം. ഭഗവാന്റെ പരിനിർവ്വാണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ധർമ്മം തന്നെയാണ് ഭഗവാനെ പോലെ വർത്തിക്കുന്നത്, അതിലാണ് നമ്മൾ ശരണം തേടേണ്ടത് എന്ന് ഇവിടെ ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൂടാതെ ശരിയായിട്ടുള്ള ധ്യാനം, തെറ്റായിട്ടുള്ള ധ്യാനം ഏത് എന്നും ഇവിടെ പറയുന്നു. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മൾക്ക് അല്പസമയം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.